The Gospel according to St. Mark, chapter 11, verses 9 and 10. മുമ്പും പിൻപും നടന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർത്തുകൊണ്ട് ഇരുന്നു. ഇന്ന് ഹോശന്ന പെരുന്നാളിൻ്റെ ദിവസമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബെത്ഫഗയിൽ നിന്നും ബഥാനിയയിൽ നിന്നും യെരുശലേമിലേക്ക് പ്രവേശിച്ചതിനെ കൊണ്ടാടുന്നതായിട്ടുള്ള അവസരമാണ്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ദിവസം യെരുശലേമിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ദാവീദ് പുത്രൻ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവ് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. ഇത് രണ്ടും ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വിഷയീഭവിപ്പിക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോശന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സേവ് us now, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നത്രേ. റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ കഴിഞ്ഞതായുള്ള ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ അനുഭവിക്കുന്നതിനായി ആഗ്രഹിച്ചു കൊണ്ടിരുന്നതായുള്ള ജനതതി മശിഹായിൽ കൂടിയാണ് തങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ പോകുന്നത് എന്ന് നോക്കി പാർത്തുകൊണ്ടിരുന്നതായിട്ടുള്ള സമൂഹം. അവരുടെ മധ്യത്തിലാണ് യെരുശലേമിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രവേശിക്കുന്നത്. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ശിഷ്യന്മാർക്ക് ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു കഴുതക്കുട്ടിയെ കാണും. ആരും കയറിയിട്ടില്ലാത്തതായൊരു കഴുതക്കുട്ടി, അതിനെ അഴിച്ചുകൊണ്ട് വരണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവരോട് പറയണം. അതായിരുന്നു പാസ്വേഡ്. അവർ ചെന്ന് അഴിച്ചതായിട്ടുള്ള അവസരത്തിൽ അത് തന്നെ ചോദിച്ചു. ഉടയോർ അങ്ങനെയാണല്ലോ, ഇതെന്തിനാണ് അഴിക്കുന്നത്? അപ്പോൾ പറഞ്ഞ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് കേട്ട അവസരത്തിൽ അതിനെ അവർ അയച്ചു. ആ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അതിന്മേലിരുന്നു. ജനങ്ങൾ വസ്ത്രം വിരിച്ചതിന് ശേഷം അതിന്മേലിരുന്നു. മുമ്പേ നടന്നതായിട്ടുള്ള ആളുകളൊക്കെ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, കൊമ്പുകളൊക്കെ വെട്ടി മുമ്പിലിട്ട് ഹോശന്ന എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്നതായിട്ട് ഇത്രയും നാം കാണുന്നത്. ജനങ്ങൾ പ്രതീക്ഷിച്ചത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ജനതയെ വിടുവിക്കുന്ന ഒരു രക്ഷകനെയാണ്. അതുകൊണ്ട് അവർ പ്രതീക്ഷിച്ചത് കുതിരമേൽ കയറി വരുന്നതായിട്ടുള്ള ഒരാളായിരിക്കും എന്നർത്ഥം. യുദ്ധം കൊണ്ട് ജയിക്കുന്നതായിട്ടുള്ള ആള്, വാൾ കൊണ്ട് വെട്ടി നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരാൾ. എന്നാൽ കർത്താവിൻ്റേതായിട്ടുള്ള രീതി അതായിരുന്നില്ല. കർത്താവ് വളരെ സൗമ്യനായി സ്നേഹത്തോടെ അനുസരണത്തോടെ യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്നതായുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പല സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ, ഈർഷ്യ ഉണ്ടാകുന്ന അവസരത്തിൽ എല്ലാം യുദ്ധങ്ങൾ നിർവഹിക്കപ്പെടുന്നു. ഒരു കാര്യത്തിനും പരിഹാരമാകുകയില്ല യുദ്ധം എന്നത് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്ന യുദ്ധമല്ല, സമാധാനമാണ്. ആ സമാധാനം സാധ്യമായിട്ട് തീരുന്നത് റെക്കൺസിലിയേഷനിലൂടെയാണ്. ഫൊർഗീവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ. ഇതില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന രക്ഷയുടേതായുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായുള്ളൊരു ദിവസം കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നതായുള്ള അവസരത്തിൽ യേശുവിനെ ഇമിറ്റേറ്റ് ചെയ്യുവാനായിട്ടാണ്, അവൻ്റെ വഴികൾ കൂടെ നടക്കുവാനായിട്ടാണ്, അതേ രീതിയിൽ ക്രിസ്തു ഉള്ളവരായി തീരുന്നതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും വെറുപ്പും വൈരാഗ്യവും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മനുഷ്യർ ജീവിക്കുന്ന എല്ലായിടങ്ങളിലും ഉണ്ടാകും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ അത് വെറുപ്പായിട്ട് മാറുന്ന അവസരം,
അത് പിന്നീട് ഒരു വൈരാഗ്യമായിട്ട് മാറുന്നതായിട്ടുള്ള അവസരം, അതിനെ അവഗണിക്കുവാനായിട്ടും അതിനെ അതിജീവിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എവിടെയൊക്കെ ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ അവിടെയൊക്കെ ക്ഷമിക്കണം, എവിടെയൊക്കെ ശാന്തമാകുവാനായിട്ടുണ്ടോ അവിടെയൊക്കെ ശാന്തമാകണം, എവിടെയൊക്കെ സമാധാനം പങ്കിടുവാനായിട്ട് സാധിക്കുമോ അവിടെയെല്ലാം സമാധാനം പങ്കിടുന്നതിനായിട്ടിടയാവണം. ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഹോശാന പെരുന്നാൾ കൊണ്ടാടുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നമുക്കും ആർത്ത് പറയുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നതാണ്. നമ്മളുടെ ആന്തരികമായുള്ളൊരു രൂപാന്തരമാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കണം, സൗമ്യതയോടെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കണം, അനുസരണത്തോടെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കണം, സ്നേഹത്തോടെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കണം. ഇതെല്ലാം കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. മതപുരോഹിതന്മാർ യേശുവിനെ ഹോശന്ന പാടി യെരുശലേമിലേക്ക് യേശുവിനെ പ്രവേശിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടാതിരുന്ന് ശാന്തമാകൂ. അപ്പോൾ കർത്താവ് തന്നെ അവരോട് പറയുകയാണ്, ഇവർ ഇന്ന് ഹോശന്ന പാടിയില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും, ഇവിടെ കിടക്കുന്നതായുള്ള കല്ലുകൾ ആർത്ത് വിളിക്കും. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുവാൻ പാടില്ലാത്തതായുള്ള ഒന്നാണ്, ഇത് നടക്കേണ്ടതായുള്ള ഒന്നാണ്. ദാവീദിൻ്റെ പുത്രനാണ് താൻ എന്നുള്ളത് ഈ ലോകത്തോട് പറയുവാൻ്റെ കൊണ്ട് താല്പര്യപ്പെടുന്ന കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു ഇൻറ്റൻഷനലായിട്ട് ചെയ്തതായുള്ള ഒന്നാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നേരത്തെ തന്നെ കഴുതക്കുട്ടിയെ ക്രമീകരിച്ചു, ശിഷ്യന്മാരോട് പറഞ്ഞതായുള്ള അവസരത്തിൽ അവരെ അഴിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് സാധിച്ചു. ജനങ്ങൾ എല്ലാം അവനെ ദാവീദ് പുത്ര എന്ന് വിളിച്ച് അവനെ യെരുശലേമിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം ആരാധിച്ചതായിട്ടുള്ള അവസരത്തിൽ ധ്യാനിച്ചതായുള്ള വേദഭാഗമാണ് യേശു എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ വഴിയരികിലിരുന്നതായുള്ള കുരുടനായുള്ള ഒരു മനുഷ്യനെക്കുറിച്ച്. തിമായിയുടെ മകൻ എന്നാണ് എൻ്റെ അർത്ഥം. അവൻ യേശുവിനെ 2 പ്രാവശ്യമാണ് ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. കണ്ണു കാണാൻ പാടില്ലാത്തതായുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ അവനുള്ളതായുള്ള വിശ്വാസം യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുവാൻ്റെ കോണം സഹായിക്കുകയാണ്. ദാവീദ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് വഴി നടത്തിയതുപോലെ ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു പുതിയ ദാവീദ്, അതായിരിക്കും കർത്താവായ യേശു ക്രിസ്തു മശിഹ എന്നത് ജനമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കഴുതക്കുട്ടിമേൽ കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുകയത്രേ ചെയ്യുന്നത്. ആ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തെയാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഹോശന്ന പറയുവാനായിട്ട് നമ്മുടെ നാവുകളിലൊക്കെ ഒരുമ്പെടുന്നതായുള്ള അവസരത്തിൽ ഓർത്തുകൊള്ളുക. സൗമ്യതയോടുകൂടി, ശാന്തതയോടുകൂടി, സമാധാനം ആഗ്രഹിക്കുന്നവരായി, സ്നേഹമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായി നമ്മെ വേർതിരിക്കുന്നതായുള്ള അവസരമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം. ഇന്ന് ചില ദേവാലയങ്ങളിലൊക്കെ കുരുത്തോല പെരുന്നാൾ എന്ന് പറയാറുണ്ട്. കുരുത്തോലകളൊക്കെ എടുത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നതായിട്ടൊരു ദിവസമായിട്ട് ഇതിനെ കാണാറുണ്ട്. അതെല്ലാം ഈ ജനം യേശുവിനെ യെരുശലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ചെയ്യുന്നത്. നാം അത് ചെയ്യുന്നില്ല. എന്നാൽ അതിന് പകരമായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയുണ്ടാവണം. എവിടെയൊക്കെ വിദ്വേഷമുണ്ടോ അവിടെയൊക്കെ ക്ഷമിക്കുന്നതിനായിട്ടിടയാവണം. എവിടെയൊക്കെ വൈരാഗ്യം അതൊരു യുദ്ധമായിട്ട് പുറപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് അവിടെയെല്ലാം സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് തീരണം എന്നത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് തന്നെയാണ് അവൻ ഹോശന്ന പാടേണ്ടത് എന്ന് ജനം മനസ്സിലാക്കിയതായൊരു അവസരം കൂടിയാണ്. കാർപേഡിയ എന്ന് പറയുന്നതായുള്ളൊരു വാക്ക് ലത്തീൻ ഭാഷയിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ന് തന്നെ പ്രയോജനമുള്ളവരായിട്ട് തീരണം എന്നുള്ളതാണ്. ഇന്ന് തന്നെ പ്രയോജനമുള്ളവരായിട്ട് തീരണം. പലപ്പോഴും പല കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്യുന്നതായുള്ള ആളുകളാണ്. ഇന്ന് വേണ്ട നാളെ ആകട്ടെ എന്ന് പറയുന്നതായുള്ള ആളുകളാണ് നാം. ദൈവം അത് ആഗ്രഹിക്കുന്നത് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, ഡു ഇറ്റ് ടുഡേ, നോട്ട് ടുമോറോ. ടുമോറോ മേ നോട്ട് ബി യുവേഴ്സ്.
നമുക്ക് നാളെ ആയുസ്സുണ്ടോ ഇല്ലയോ എന്നതറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ദൈവം നൽകുന്നതല്ല ഓരോ നിമിഷവും ദൈവികമായുള്ള സ്വഭാവം കൊണ്ട് നിറയപ്പെടുവാൻ്റെ ഇടയായിട്ട് തീരണം എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ചാട്ടമാറെടുത്ത് അവിടെ ഉണ്ടായിരുന്ന മേശകളൊക്കെ മറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വ്യാപാരികളെയൊക്കെ അടിച്ചോടിച്ചു എന്നതൊക്കെ നാം വായിക്കുന്നത്. സുഗതകുമാരി ടീച്ചർ ട്രിവാൻഡ്രത്തുള്ള പട്ടക്കാർക്ക് വേണ്ടി ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുവാനായിട്ട് വന്ന അവസരത്തിൽ അവർ പറഞ്ഞു, എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശിശുവായിരിക്കുന്ന പടം കണ്ടിട്ടുണ്ട്, മഡോണ അത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശു ദേവാലയത്തിൽ പോയ 12-ാമത്തെ വയസ്സിൽ അവിടെ ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രൂശിതനായുള്ള യേശുവിനെ കണ്ടിട്ടുണ്ട്. ഗത്സമനയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായുള്ള യേശുവിൻ്റെ രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ അധികമായി എനിക്ക് ഇഷ്ടമുള്ളത് ചാട്ടവാർ എടുക്കുന്നതായുള്ള യേശുവിനെയാണ്. എന്താണ് ദേവാലയ ശുദ്ധീകരണത്തിനായിട്ട് കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിച്ചത്? സകല ജാതികൾക്കും ആരാധിക്കുവാനായിട്ടുള്ള ആരാധനാലയം, അതിൽ ജാതികൾ എന്ന് വിശേഷിപ്പിക്കുന്നതായുള്ള ആളുകൾ വന്ന് ആരാധിക്കുന്നതായുള്ള ഇടത്ത് അവർക്ക് ആരാധിക്കുന്നതിനായിട്ട് അവസരം നൽകുന്നതിന് പകരമായി അവിടെ വ്യാപാരങ്ങൾ നടക്കുന്നതായിട്ട് കർത്താവ് കാണുകയാണ്. അവിടെ ആടുകളെ വിൽക്കുന്നതായിട്ടുള്ള അവസരം, നാണയങ്ങൾ മാറ്റിക്കൊടുക്കുന്നതായിട്ടുള്ള അവസരം, ഇതെല്ലാം നടക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് പണമുണ്ടാക്കുവാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമായിട്ട് അവർ മാറുകയാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ളപ്പോൾ നേട്ടം എന്ത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, മാർക്കറ്റ് കൾച്ചർ ഉള്ളതായിട്ടുള്ള ആളുകളായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചാട്ടവാർ എടുക്കുന്നത്. ചാട്ടവാർ എടുത്ത് അവരെല്ലാം അവിടെ നിന്ന് അടിച്ച് ദൂരത്താക്കുകയാണ്. യു ഗോ ഔട്ട് ആൻഡ് ലെറ്റ് ദം കം ഇൻ. ഇതാണ് കർത്താവ് പറയുന്നത്. യു ഗോ ഔട്ട് ആൻഡ് ലെറ്റ് ദം കം ഇൻ. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് വരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയുവാൻ്റെ കൊണ്ട് സഹായിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. യേശു തൻ്റെ പർവ്വത പ്രസംഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ബിയാറ്റിറ്റ്യൂഡ്സിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർന്ന് വരുന്നതായുള്ള അവസരത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവം നമ്മോട് എല്ലാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തികളായി ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായിട്ട് തീരണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഈ സംഭവത്തിലൂടെ ഉളവാകുന്നത്. ഒന്ന്, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെയാക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നതായുള്ള നമുക്ക് സമസൃഷ്ടങ്ങളെയോ കൂടെയുള്ളതായുള്ള സമൂഹത്തെയോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനായിട്ട് യാതൊരു അവകാശവുമില്ല. എല്ലാവർക്കും കൂടെ നൽകപ്പെട്ടിരിക്കുന്നത് അത് വിതരണം ചെയ്യുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പങ്കിട്ട് കൊടുക്കുക എന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ഒരു സമൂഹം ആളുകൾക്ക് ആരാധിക്കുവാനായിട്ടുള്ളതായുള്ള സ്ഥലം അതിന് ആരാധിക്കുവാനായിട്ട് നൽകാതെ തങ്ങളുടെ ഇഷ്ടം നിറവേറ്റുവാൻ്റെ കോണം അതൊരു മാർക്കറ്റായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ടുള്ള സംഭവത്തെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. നമ്മളുടെ മനോഭാവം എങ്ങനെയുള്ളത് എന്ന് ചിന്തിക്കേണ്ടതാണ്. നേട്ടത്തിന് വേണ്ടി ദൈവികമായ ജീവിതം നയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നവരോ അതോ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നതായുള്ള കർത്താവിൻ്റെ യാഗത്തിന് അനുസൃതമായി ജീവിതത്തെ തന്നെ പകുത്ത് കൊടുക്കുവാനായിട്ട്, ജീവിതത്തെ തന്നെ മുറിച്ച് കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതായുള്ള വ്യക്തികളായിട്ട്. തേവൻകോട് എന്ന് പറയുന്നതായുള്ള സൗത്ത് ട്രാവൻകൂറുള്ളതായുള്ള ഒരു സ്ഥലത്ത് വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തതായുള്ള ആളുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ അവസരത്തിൽ എത്ര ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്നത് ഒരു സർവേ നടത്തുന്നതിനായിട്ട് ഇതിനാവശ്യപ്പെട്ടു. അതനുസരിച്ച് സർവേയൊക്കെ നടത്തി കുറേ ആളുകളെയൊക്കെ കണ്ടുപിടിച്ചു. 1-2 വീടുകളിലെങ്കിലും ഒന്ന് പോയി അത് നേരിട്ട് കാണണമെന്നുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു ദിവസം പോയി. ഞാൻ പോയി ഒരു വഴിയരികിലുള്ളതായുള്ള കുടിലിൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന അവസരത്തിൽ അവരെനിക്ക് ആ മുറ്റത്തിരുന്ന് അവരോട് സംസാരിക്കുവാൻ തൊക്കെ ഒരു കസേരയൊക്കെ ഇട്ടു തന്നു. എനിക്ക് തന്നെ അതിശയം തോന്നി, എൻ്റെ വീട്ടിലേക്ക് കയറ്റി ഇരുത്തി അവരോട് സംസാരിക്കുവാൻ അനുവദിക്കാതെ.
അപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ ഒരു മുറിയിൽ താമസിക്കുന്നതായ ആളുകൾ പുറത്തേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, ഞങ്ങളിതിൻ്റെ മുകളിൽ ഈ കരോട്ട് എന്ന് പറയുന്നതായ സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. അത് അവിടുന്ന് മാറിത്തരണം എന്ന് അതിൻ്റെ ഉടമ ഞങ്ങളോട് പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ ഇത്രയും നാളെ ഞങ്ങൾ അവിടെ താമസിക്കുവാൻ ഞങ്ങൾ അനുവദിച്ചുവല്ലോ എന്നുള്ള ചിന്തയോടുകൂടി മാറിക്കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അവർ വീട് ഒഴിഞ്ഞ് പോകുന്നതായിട്ടുള്ള അവസരമാണ്. വഴിയിൽ കൂടെ നടന്ന് പോവുകയാണ്. ആ വഴിയരികിലുള്ളതായുള്ള വീട്ടുകാരത് കണ്ടു. അവരെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെവിടെ പോവുകയാണ്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ നഷ്ടമായി, ഞങ്ങൾക്ക് എവിടെയെങ്കിലും പാർക്കുവാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഈ കൗമാരപ്രായത്തിലുള്ള ഈ മകളുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലതല്ല. ഞങ്ങൾക്ക് ഈ ഒരു ചെറിയ കൂരയേ ഉള്ളൂ, എന്നാൽ ഇവിടെ 2 മുറികളുണ്ട്. ഞങ്ങളൊരു മുറിയിലേക്ക് മാറിക്കൊള്ളാം, നിങ്ങൾ വന്ന് മറ്റേ മുറിയിൽ താമസിച്ചു എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അവിടെ ചെന്ന് 2 കുടുംബങ്ങളെയും ഒരു വീട്ടിൽ കാണുവാനായിട്ട് ഇടയായിട്ടെത്തുന്നത്. ഒരിടത്തുനിന്ന് ഇറക്കി വിടുന്നു, മറ്റിടത്തെ സ്വീകരിക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നേട്ടങ്ങളല്ല, എന്ത് എനിക്ക് ലഭിക്കും, എന്ത് ലാഭം എനിക്കുണ്ടാവും എന്ന് ചിന്തിക്കുകയല്ല. ദൈവം എനിക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഇത് പകുത്തു കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ടാണ്. അതാണ് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. തൻ്റെ ശരീരം മുറിച്ചു, തൻ്റെ രക്തമൊഴുക്കി താൻ യാഗമായിട്ട് തീർന്നു. ഇനി ഊമയായിട്ടുള്ളൊരു മൃഗത്തെയും യാഗം കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. എന്നേക്കുമായിട്ട് കർത്താവ് പരമയാഗമായിട്ട് തീരുകയാണ്. അതിലൂടെയാണ് കർത്താവ് രക്ഷ നൽകുന്നത്. അതുകൊണ്ട് സേവ് us now, ഇന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന് യേശുവിൻ്റെ അടുത്ത് അട്ടഹസിക്കുന്നതായുള്ള ജനത്തോട് കർത്താവ് പറയുകയാണ്. ഈ രക്ഷയുടെ അനുഭവം സാധ്യമാക്കി തീർക്കുവാനായിട്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹവും അത് പകുത്തു കൊടുക്കുവാനൊക്കെ മനസ്സുള്ളവരായിട്ട് തീരണം എന്നതാണ്. അപ്രകാരമുള്ളൊരനുഭവത്തിൽ ആണ് ദൈവത്തിനെ ഹോസാന പാടുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്തരങ്ങൾ ഹോസാന എന്ന് ജനം ആർത്തുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. നമുക്കും അതിനോട് ചേർന്ന് ദൈവത്തിന് ഹോസാന പറയുവാൻ ഇന്നേ ദിവസം ഇടയായിട്ട് തീരട്ടെ. പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് യെരൂശലേമിലേക്ക് പ്രവേശിച്ചതിനെക്കുറിച്ച് ധ്യാനിക്കുവാനൊക്കെയാണ് ഇന്നേ ദിവസം ഞങ്ങളെ ഇടയാക്കിയല്ലോ. അവിടുന്ന് യെരൂശലേമിലേക്ക് പ്രവേശിച്ചത് ഒരു കഴുതക്കുട്ടിമേലാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ സൗമ്യതയും സമാധാനവും അനുസരണവും സ്നേഹവുമാണ് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവല്ലോ. അത് ഞങ്ങൾ പഠിക്കുവാൻ്റെ കോണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചത് ആരാധനയ്ക്ക് പകരമായി അതിനൊരു വാണിജ്യ കേന്ദ്രമാക്കി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ മാറ്റിയതായുള്ള ആളുകളെ അവിടുന്ന് ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിച്ചതിനെ ഓർമ്മിപ്പിക്കുന്നതായുള്ളൊന്നാകുന്നുവല്ലോ. കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നതായുള്ള കർത്താവേ, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി മുറിക്കുകയും അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അപ്രകാരം കർത്താവെ ചെയ്തതായുള്ള ശുശ്രൂഷ ഞങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഇടങ്ങളിൽ ചെയ്യുന്നതിനായിട്ടാകുന്നുവല്ലോ. ഇടം നഷ്ടപ്പെട്ടതായുള്ള ധാരാളം ആളുകളെ ഞങ്ങളുടെ ചുറ്റുപാട് ഞങ്ങൾ കാണുമ്പോൾ ആവശ്യമായുള്ള ഇടം എവിടെ കൊടുക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ഇടം നൽകുന്നവരായി, മറ്റുള്ളവരെ സ്വീകരിക്കുന്നവരായി, ചേർത്ത് നിർത്തുന്നവരായി, ഞങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് എന്ന് മനസ്സിലാക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാം നീ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവേ ജനങ്ങളെയും എന്നെ ആരാധനയ്ക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയോടെ കേൾക്കണമേ.